പാർലമെന്റ് അതിക്രമവുമായി ബന്ധപ്പെട്ട് മെറ്റയോട് വിവരങ്ങൾ തേടി ഡൽഹി പോലീസ്. കേസിൽ അറസ്റ്റിലായ 6 പേരുടെ അക്കൗണ്ട് വിവരങ്ങൾ നൽകാൻ ഫേസ്ബുക്കിന് കത്തയച്ചിരിക്കുകയാണ്. പ്രതികളുടെ വാട്സാപ്പ് ചാറ്റ് വിവരങ്ങളും തേടിയിട്ടുണ്ട്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായുണ്ട്. അർജുൻ, ഈ പാർലമെന്റിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും ഇപ്പോഴും രാജ്യമാകെ അറിയുന്നതും എന്തിനാ ഈ ഒരു ആക്രമണം നടത്തിയതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട്. മെറ്റയോട് തേടിയിട്ടുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? നിലവിൽ ഇപ്പോൾ ഈ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അക്ഷയ, തീർച്ചയായിട്ടും അന്വേഷണം തകൃതിയായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ കസ്റ്റഡിയുള്ള 6 പേരുടെയും അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി തന്നെ ഡൽഹി പോലീസിന് ശേഖരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിലവിൽ മെറ്റയോട് കത്തയച്ചിരിക്കുന്നത്. മെറ്റയോട് ഈ അക്കൗണ്ട് വിവരങ്ങളെ പറ്റിയിട്ടുള്ള വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അക്കൗണ്ട് വിവരങ്ങൾ മാത്രമല്ല, ഇവരുടെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഉണ്ടായിരുന്ന വാട്സാപ്പ് ചാറ്റുകളുടെ വിവരങ്ങളടക്കം ലഭിക്കണമെന്നുള്ള ആവശ്യം ചൂണ്ടിക്കാട്ടിയാണ് മെറ്റയ്ക്കും അതുപോലെ തന്നെ ഫേസ്ബുക്കിനും വാട്സാപ്പിനും വ്യത്യസ്തമായിട്ടുള്ള കത്തുകൾ അയച്ചിരിക്കുന്നത്. ഇവരുടെ ഫോണുകളെല്ലാം കണ്ടെത്തിയത് കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ബാക്കപ്പ് ചെയ്തെടുക്കാനോ അതിൽ നിന്നും വിവരം ശേഖരിക്കാനുള്ള ഒരു അവസ്ഥ നിലവിലില്ല, ആ ഒരു സാഹചര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് മെറ്റയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മെറ്റയുമായി അവർ നേരിട്ട് കത്തയച്ച് ഈ വിവരശേഖരണം നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നിലവിൽ കസ്റ്റഡിയിലുള്ള 6 പേരുടെയും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ ഉൾപ്പെടെ നിലവിൽ ഡൽഹി പോലീസ് ശേഖരിച്ച് വരികയാണ് എന്നുള്ള കാര്യമാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഇവരുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട ഈ ആക്രമണം നടത്താനായിട്ട് ആരെങ്കിലും ഇവർക്ക് പണം അയച്ചു നൽകിയോ, ഇതൊരു സ്പോൺസേഡ് അറ്റാക്ക് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് വരികയാണെന്നുള്ള കാര്യം കൂടി ഇതിലൂടെ വ്യക്തമാകുന്നു. കൃത്യമായിട്ടുള്ള ഫണ്ടിങ് വിവരങ്ങളും ശേഖരിച്ചു വരുന്നുണ്ട്.